الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا محمدًا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فأعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما മാന്യ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി കാത്ത് സൂക്ഷിക്കണമെന്ന് എന്നോടുന്നതുപോലെ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്നവൻ്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും പ്രത്യേകിച്ച് നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. അല്ലാഹുവിൻ്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, അതുപോലെ തന്നെ അർശിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള മലക്കുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അങ്ങനെ അള്ളാഹുവിന് ഹംദ് ചെയ്യലോടുകൂടെ അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ മലക്കുകൾ വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ആ മലക്കുകൾ പൊറുക്കലിനെ തേടുകയാണ്. എന്താണ് ആ മലക്കുകൾ പറയുന്നത്? റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ ഫഗ്ഫിർ ലില്ലദീന താബൂ, പടച്ചവനെ, തൗബ ചെയ്ത വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക്, നിന്റെ മാർഗം പിൻപറ്റുകയും തൗബ ചെയ്യുകയും ചെയ്തിരിക്കുന്ന വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണം. വഖിഹിം അദാബൽ ജഹീം, നരക ശിക്ഷയിൽ നിന്ന് നീ അവരെ കാക്കുകയും ചെയ്യണമെന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവർ വിശ്വാസികളുടെ ആഖിറത്തിന് വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവരുടെ ഖബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ വേണ്ടി, അതുപോലെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, നാം ചെയ്യേണ്ടുന്ന ഏതാനും ചെറിയ പ്രവർത്തനങ്ങളുണ്ട്, അമലുകളുണ്ട്. ആ അമലുകൾ നാം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒന്നാമത്തേത് അന്നൗമു അല ത്വഹാറ, ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഒരു വിശ്വാസി കിടന്നുറങ്ങുന്ന സമയത്ത്, രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ വായ വൃത്തിയാക്കി പല്ല് തേച്ച് അങ്ങനെ അവൻ ഒരു ഒളു ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ അവൻ്റെ ഉറക്കത്തിൻ്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്യുകയും ആ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ബാത ത്വാഹിറ, ആരെങ്കിലും ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങുകയാണെങ്കിൽ, ബാത ഫീ ശിആരിഹി മലക്കുൻ, അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, അവന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. എന്നിട്ട് ഫലം യസ്തയ്ഖിൽ ഇല്ലാ ഖാലൽ മലക്, അവൻ ഉറക്കിൽ നിന്ന് ഉണരുമ്പോഴെല്ലാം, ഉണർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുമ്പോഴെല്ലാം മലക്ക് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഅബ്ദിക ഫുലാൻ, അല്ലാഹുവേ നീ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണം, ഫഇന്നഹു ബാത ത്വാഹിറ, അവൻ ശുദ്ധിയോടെ കിടന്നുറങ്ങിയവനാണ് പടച്ചവനെ എന്ന് മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അതൈത മൽജഅക, നീ ഉറങ്ങാൻ ചെന്നാൽ, ഫതവല്ല ഉളൂഅക ലിസ്സലാഹ്, നമസ്കാരത്തിന് ഉളൂ ചെയ്യുന്നത് പോലെ നീ ഒരു ഉളൂ ചെയ്യുക, സുമ്മൽതജി അലാ ശിഖിഖൽ ഐമൻ, പിന്നീട് നീ നിന്റെ വലഭാഗത്തേക്ക് തിരിഞ്ഞു കടന്നുകൊണ്ട് നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ലഹ്രി ഇലൈക് റഗ്ബതൻ വറഹബതൻ ഇലൈക് ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക് ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നുള്ള ഈ പ്രാർത്ഥനയെ നിന്റെ അവസാനത്തെ സംസാരമാക്കുക എന്ന് റസൂലുള്ള പറയുന്നു. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, അന്ന് രാത്രി നീ മരണപ്പെടുകയാണെങ്കിൽ മിത്ത അലൽ ഫിത്ര, നീ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത് എന്ന്. സുഹൃത്തുക്കളെ, ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു ഒളൂ ചെയ്യുകയും ഒരു പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ, അവൻ അന്ന് മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ടാണ് മരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, രണ്ടാമത്തേത് ഇന്തിലാറുസ്സലാഹ്, നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ കാത്തിരിക്കലാണ്. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷം പള്ളിയിലെത്തിയിട്ട് ഫർദ് നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്തോളം മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അറിയിക്കുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മലായികതു തുസല്ലി അലാ അഹദിക്കും, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, മാദാമ ഫീ മുസല്ലാ, അവൻ നമസ്കരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം, നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരിക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന കാലത്തോളം മലക്കുകൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ മൂന്നാമത്തേത് അൽ ഖിയാമു ഫിസ് സഫിൽ അവ്വൽ, ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കാൻ നിൽക്കുക എന്നുള്ളത് മലക്കിന്റെ പ്രാർത്ഥനയ്ക്ക് കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ അവ്വൽ, അല്ലാഹു തആല കരുണ ചെയ്യുകയും മലക്കുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യും ഒന്നാമത്തെ സഫിൽ നമസ്കരിക്കാൻ നിൽക്കുന്നവർക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മറ്റൊരു ഹദീസിൽ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലസ്സഫിൽ മുഖദ്ദം, മുന്നിൽ നിൽക്കുന്ന സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു കരുണ ചെയ്യുകയും മലക്കുകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹാനായ ദാഊദ് ഇബ്നു അബീ ഹിന്ദ് എന്നവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമലിൻ അമലുഹു, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനം പ്രവാചകരെ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻ ഇമാമ ഖൗമിക്, നീ നിന്റെ നാട്ടിലെ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുക. ഫഇല്ലം തസ്തതി,
അതിന് നിനക്ക് സാധ്യമല്ലെങ്കിൽ ഫകുൻ മുഅദ്ദിനഹും, നീ അവർക്ക് ബാങ്ക് കൊടുക്കുന്ന ആളായി നിൽക്കുക. അപ്പോൾ അദ്ദേഹം റസൂലിനോട് പറഞ്ഞു, വഇല്ലം അസ്തതി, അതിനും എനിക്ക് സാധിച്ചില്ലെങ്കിലോ പ്രവാചകരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫകും ഫിസ് സഫിൽ അവ്വൽ, നീ നമസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ സഫിൽ നിൽക്കുക. അങ്ങനെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന കാലത്തോളം നിനക്ക് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതുപോലത്തെ ഏതാനും ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കിയാൽ നാം അറിയാതെ റബ്ബിന്റെ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, അതുപോലെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പ്രവർത്തനമാണ്, അമലാണ് അദ്ദുആഉ ലി അഖീഹി ഫീ ലഹ്രിൽ ഗൈബ്. ഒരു സഹോദരൻ്റെ അഭാവത്തിൽ, ഒരു മുസ്ലിമായ സഹോദരൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി പ്രാർത്ഥന നടത്തുക എന്നുള്ളത്, ആ പ്രാർത്ഥിക്കുന്നവന് അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കേട്ടിരിക്കുന്നു. എന്ത്? മാമിൻ അബ്ദിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബി. ഏതെങ്കിലും ഒരു മുസ്ലിമായ സഹോദരൻ തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ പ്രാർത്ഥന നടത്തിയാൽ ഇല്ലാ ഖാലൽ മലക്കു, മലക്ക് പറയും, വലക ബിമിസിൽ, നിനക്കും അതുപോലെ തോന്നും. നീ എന്താണോ നിന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥനയുടെ അതേ ഫലം നിനക്കുമുണ്ട് എന്ന് മലക്ക് അദ്ദേഹത്തോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബ. ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ഉത്തരം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ള പറയുന്നു. ഇൻദ റഅസിഹി മലക്കുൻ മുഅക്കലുൻ, അവന്റെ കൂടെ അല്ലാഹു തആല മലക്കിനെ ഏർപ്പാട് ചെയ്യുന്നു. കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈറിൻ, തൻ്റെ സഹോദരന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നുവോ അന്നേരമെല്ലാം ഈ മലക്ക് പ്രാർത്ഥിക്കും. ആ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ആമീൻ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതുപോലത്തെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ രോഗികൾക്ക് നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ, നീ ശിഫ നൽകണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ, റഹ്മാനെ നീ സ്വർഗം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകളിലേക്ക് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ നീ തുറന്നു തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اغفر لنا وارحمنا ولوالدينا، ربنا اغفر لنا وارحمنا ولوالدينا، ربنا اغفر لنا وارحمنا ولوالدينا وارحمهم كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد. الحمد لله رب العالمين.